നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വിദേശ യാത്ര വെട്ടിച്ചുരുക്കി പെട്ടെന്ന് വരികയാണ്. അദ്ദേഹം പോയതാരും അറിഞ്ഞില്ല. പോയത് വിവാദ കൊടുങ്കാറ്റഴിച്ചു വിട്ടതാണ്. എന്തിനു പോകുന്നു, എവിടെ പോകുന്നു, ആരുടെ പൈസ കൊണ്ടുപോകുന്നു, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ. ഇതിനൊന്നും ഉത്തരവുണ്ടായിരുന്നില്ല. അദ്ദേഹം ദുബായിലെത്തി, അവിടെ നിന്ന് ഇന്തോനേഷ്യ പോയി, സിംഗപ്പൂർ പോയി. സിംഗപ്പൂർ പര്യടനം വെട്ടിക്കുറച്ചിട്ട് ദുബായിൽ വന്ന് 19-ാം തീയതി തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോഴും വിവാദം, ഇങ്ങോട്ട് വരുമ്പോഴും ഇവിടെ കേരളത്തിൽ എന്തെങ്കിലും അർജൻസി ഉള്ളതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബാലനൊക്കെ പറഞ്ഞു, ദൈവം പോലും 6 ദിവസം സൃഷ്ടി കഴിഞ്ഞിട്ട് 7-ാം ദിവസം വിശ്രമിച്ചു. പാർട്ടിയും സർക്കാരും ഒക്കെ നോക്കി നടത്തി ആകെ ക്ഷീണിച്ച പിണറായി ഒന്ന് വിശ്രമിക്കാൻ പോയിരിക്കുകയാണ്. ആ വിശ്രമം വെട്ടിച്ചുരുക്കി പെട്ടെന്ന് വരുന്നത് എന്തുകൊണ്ടായിരിക്കും? അദ്ദേഹത്തിന് പരിഹരിക്കേണ്ട ചില വിഷയങ്ങൾ തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഒരുപാട് വിഷയങ്ങൾ കാത്തിരിക്കുന്നു. അതിനിടയ്ക്ക് സിംഗപ്പൂരിൽ നിന്നിട്ട് ഓൺലൈൻ മന്ത്രിസഭാ യോഗം കൂടാൻ നോക്കി, നടന്നില്ല. ഇന്നലെ കൂടിയെന്ന് തോന്നുന്നു. ഇന്നലെ ദുബായിലെത്തിയിട്ട് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ പിണറായി വിജയൻ അർജൻറ്റായിട്ട് വരേണ്ട ഒരു വിഷയം കഴിഞ്ഞ ദിവസം നമ്മൾ പത്രങ്ങളിൽ കണ്ടിരുന്നു. ഭരണപരിഷ്കാര വിഭാഗം ഒരു റിപ്പോർട്ട് കൊടുത്തു. അത് വിവാദപരമായ കിഫ്ബി സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്ന പെൻഷൻ കമ്പനിയും നിർത്തലാക്കണം. അത് കേരളത്തിൻ്റെ സാമ്പത്തിക നിലയ്ക്ക് താങ്ങാനാവുന്നതല്ല അവയുടെ നിലനിൽപ്പ്. അതുകൊണ്ട് അർജൻറ്റായിട്ട് അതിലൊരു തീരുമാനം എടുക്കേണ്ടി വരും. പക്ഷേ ഈ 2 സ്ഥാപനങ്ങളും നിലനിർത്തേണ്ടത് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസ്റ്റീജ് പ്രശ്നം കൂടിയാണ്. അതെന്തെന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ്റിൻ്റെ സൃഷ്ടിയാണ്. 1-ാം പിണറായി സർക്കാരാണ് ഈ കിഫ്ബി രൂപീകരിച്ചത്. കിഫ്ബി കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനുള്ള ഫണ്ട് സ്വരൂപിക്കുവാനുള്ള ഒരു വലിയ വിപ്ലവ ദൗത്യം എന്ന നിലയിലാണ് അതിനെ. പക്ഷേ കിഫ്ബിയുടെ ഒരു പ്രശ്നം സാർ ഞാൻ കണ്ടത്, കിഫ്ബി പണം ചെലവഴിക്കുന്നു. അപ്പോൾ നമ്മൾ പലയിടത്തു നിന്നും വായ്പ വാങ്ങുന്ന പണം കിഫ്ബി വഴി ചെലവഴിക്കുന്നു. അതിന് വരുമാനമൊന്നുമില്ല, ചെലവഴിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കടം മേടിച്ച പണം എങ്ങനെ തിരിച്ചടയ്ക്കും? ഇതൊരു വലിയ പ്രശ്നമല്ലേ? അതാണ് കിഫ്ബി അഭിമുഖീകരിക്കുന്നത്. അതെ, കിഫ്ബിക്ക് വരുമാനമില്ലെന്ന് പറഞ്ഞുകൂടാ. കിഫ്ബി നമ്മൾ ഇവിടെ വിൽക്കപ്പെടുന്ന എല്ലാ ഇന്ധനത്തിൻ്റെയും 10% കിഫ്ബിക്ക്. അതെ, ആ ടാക്സ് ഉണ്ടെങ്കിലും അതുകൊണ്ട് റോഡും പാലവും സ്കൂളും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടാക്കുകയാണ്. ഇത് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ പ്രൊഡക്റ്റീവ് അല്ല. അതിൽ നിന്ന് റവന്യൂ ഉണ്ടാവുന്നില്ല, ഇൻകം ഉണ്ടാവുന്നില്ല. പക്ഷേ റോഡുകൾ ആവശ്യമുണ്ട്, പാലങ്ങൾ ആവശ്യമുണ്ട്, ഒക്കെ വേണം. പക്ഷെ അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാത്ത ഒരു വായ്പ എടുത്താണ് ചെയ്യുന്നത്. അതെ, അങ്ങനെ വരുമ്പോൾ ആ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. മാത്രമല്ല കിഫ്ബി സ്വാഭാവികമായും ഒരു ചരമഗതിയിലേക്ക് നീങ്ങുകയല്ലേ. കിഫ്ബിയെ പൂട്ടാൻ കേന്ദ്ര സർക്കാർ നടക്കുന്നു. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടുകൾ കിഫ്ബിക്കെതിരാണ്. ED കിഫ്ബിയുടെ തലതൊട്ടപ്പന്മാരെയൊക്കെ പിന്നാലെ നടക്കുന്നുണ്ട്. അത് ഔട്ട് ഓഫ് ദ ബഡ്ജറ്റ് ബോറോയിങ് ആണ്. അതെ, അത് പിന്നെ നിലനിൽക്കാൻ പ്രയാസമാണ്. കാരണം ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്ന അതാണ് കാര്യം. OBB എന്ന് പറയുന്നത് പിന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അത് എവിടെ അക്കൗണ്ട് ചെയ്യും? അത് മാത്രമല്ല, ഇലക്ഷൻ കഴിഞ്ഞാൽ തോമസ് ഐസക്കിനെ മിക്കവാറും ED കൊണ്ടുപോകും. ഇത് ഇലക്ഷൻ വരെ വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ ED പിടികൂടിയാൽ എന്ത് ചെയ്യും? അത് ഉടനെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യും തീർച്ചയായിട്ടും. അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനതിൻ്റെ വൈസ് ചെയർമാൻ മാത്രമായിരുന്നു, എല്ലാ മീറ്റിങ്ങുകളിലും ചെയർമാനായ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഞാൻ മാത്രമല്ല ലയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്, അത് അതിൻ്റെ മുന്നേ ചീഫ് മിനിസ്റ്ററുടെ നിലച്ചിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിലൊരു കുരുക്കാണ്. അതാണ് അർജൻറ്റായിട്ട് പിണറായി വിജയൻ. അപ്പോൾ അതൊരു പ്രശ്നമുണ്ട്. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട് സാർ പറയാത്തൊരു കാര്യമുണ്ട്. സാറിന് അറിയാം, വിട്ടുപോയതാണ്. ഇപ്പോൾ എല്ലാ ദിവസവും ലാവ്ലിൻ കേസ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോടതി മുൻപൊക്കെ ഒരു ലിസ്റ്റിൽ വന്നിട്ട് പിന്നെ മാറ്റി വെക്കുകയായിരുന്നു അനന്തമായിട്ട്. ഇപ്പം അങ്ങനെയല്ല, തൊട്ടടുത്ത ദിവസത്തേക്ക് മാറ്റുന്നുണ്ട്. കോടതിക്കും ഇങ്ങനെ അപകാസ്യമാകും വിധം എല്ലാ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ഇലക്ഷൻ തീരുന്നത് വരെ കാത്തിരിക്കും. അപ്പോൾ ഏറ്റവും അടുത്ത ഒരു ദിവസം ലാവ്ലിൻ കേസ് കയറി വരും. 4-ാം തീയതിക്ക് ശേഷമിലെ 1-ാം തീയതിയിലെ പോളിംഗ് കഴിഞ്ഞാൽ ഉടനെ വരും. ഒരുപക്ഷെ അതിന് മുമ്പും വരാം. കാരണം ഈ നമുക്കറിയാമല്ലോ, ഈ റോളിൽ 116, 115ഒക്കെയാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഈ ആദ്യത്തെ നമ്പർ 1, 2 വിളിച്ചു വരുത്തുമ്പോൾ കഴിഞ്ഞു പോകും. ഏതെങ്കിലും ഒരു ദിവസം ഇത് 116-ലൊക്കെ താന്ന് 5-8 താഴത്തേക്ക് വന്നാൽ പണി പാടും. അപ്പോൾ ഞാൻ വെറുതെ അസാങ്കല്പികമായി ആലോചിക്കുകയാണ്. ഈ കോടതി അതെടുക്കുന്നു, CBIയുടെ അപ്പീൽ പരിഗണിക്കുന്നു, അത് അലോ ചെയ്യുന്നു. അല്ല, അങ്ങനെ വന്നാൽ ലാവ്ലിൻ കേസ് എടുക്കുന്നു എന്ന് വിചാരിക്കുക. എന്താ പറയുക? ലാവ്ലിൻ കേസിൻ്റെ പരിഗണനാ വിഷയം എന്താണ്? അല്ല, CBIയുടെ അപ്പീലാണ്. ഒരാളെ ഒഴികെ ബാക്കിയുള്ളവരെയൊക്കെ വെറുതെ വിട്ടു.
അത് മുഖ്യമന്ത്രിയുടെ ട്രയൽ ചെയ്യണമെന്നല്ലേ മുഖ്യമന്ത്രിയെ മാത്രം വെറുതെ വിട്ടു, ബാക്കിയുള്ളത് ചിലരൊക്കെ കുറ്റക്കാരെന്ന് പറഞ്ഞ് ചിലരൊക്കെ ഒഴിവാക്കി. ഇതാണ് മുഖ്യമന്ത്രിയെ വിചാരണ ചെയ്യണം എന്നായിരിക്കും ഉത്തരവ്. അതെ, അല്ല വിചാരണ ചെയ്യാന്നല്ല, വിചാരണ നടപടികൾ തുടരാം. അത് മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയ നടപടി റദ്ദാക്കാം, സ്റ്റേ ചെയ്യാം, റദ്ദാക്കാം. റദ്ദാക്കിയാൽ ഓട്ടോമാറ്റിക്കലി പ്രതിപ്പട്ടികയിൽ വീണ്ടും പിണറായി വരികയാണ്. 7ാം പ്രതിയായിരുന്നു അദ്ദേഹം. അപ്പം അതുകൊണ്ട് പിണറായി രാജിവെക്കണമെന്നൊന്നുമില്ല. ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനൊരു ഒരു പ്രശ്നമില്ല. ഇപ്പം അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. നമ്മുടെ മുഖ്യമന്ത്രിമാർ പോലും ജയിലിൽ കിടക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഒരു കീഴ്വഴക്കമൊക്കെ മാറിപ്പോയി. പിന്നെ പേരുദോഷം ഉണ്ടാവും. പേരുദോഷം അതിപ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഒരു കള്ളക്കേസാണ്. ആ കള്ളക്കേസിൽ മുമ്പുണ്ടായിരുന്ന പോലെ പ്രതിപ്പട്ടികയിൽ വന്നു. അത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക താല്പര്യം കൊണ്ട് CBI മനഃപൂർവ്വം കൊടുത്തൊരു അപ്പീലിൻ്റെ ഭാഗമായി പിണറായി വീണ്ടും പ്രതിയാവുന്നു. ഇനി ട്രയൽ നടക്കണം. ട്രയലിന് എത്ര കാലം എടുക്കും? അല്ല, ഈ കട്ട് ഷോട്ട് ചെയ്ത് വരുന്നത് ലോങ് പെൻഡിങ് 40 തവണ മാറ്റിവെക്കപ്പെട്ട ലാവ്ലിൻ കേസിൻ്റെ അർജൻസി കൊണ്ട് മാത്രമല്ല. ഒരുപക്ഷെ അത് ഉണ്ടെന്നിരിക്കട്ടെ, അതിനേക്കാൾ പ്രധാനമാണ് കിഫ്ബിയുടെ കേസ്. കാരണം കിഫ്ബിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുവാനും അതിന് ലാൻഡ് കണ്ടെത്തുവാനും അത് തിരുവനന്തപുരം സിറ്റിക്കകത്ത് സെക്രട്ടേറിയറ്റിൻ്റെ 1 കിലോമീറ്റർ പരിധിക്കുള്ളിൽ കിഫ്ബിക്ക് സ്വന്തമായി ഭൂമി കണ്ടെത്താനും അവിടെ കെട്ടിടം നിർമ്മിക്കാനും ടെൻഡർ വിളിച്ചു കഴിഞ്ഞു. പക്ഷേ അത് മാത്രമല്ല സാർ, മറ്റൊന്നുകൂടിയുണ്ട്. ഈ മാസം അവസാനിക്കുന്നതോടെ സംസ്ഥാനം വീണ്ടും ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോവുകയാണ്. അതുണ്ട്. അല്ല, ഓവർ ഡ്രാഫ്റ്റ് പോകുന്നു, ട്രഷറി നിയന്ത്രണം വരുന്നുണ്ട്, ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകുന്നു, വീണ്ടും ധനപ്രതിസന്ധി വരുന്നു. അടുത്തൊരു ഓഗസ്റ്റ് ആവാതെ കേന്ദ്രത്തിൻ്റെ അടുത്ത വിഹിതം പൈസ കിട്ടത്തില്ല. അപ്പോൾ അടുത്ത 2-3 മാസങ്ങൾ എങ്ങനെ ജീവിച്ചു പോകും? പുതിയ ഗവൺമെൻറ് വരണം. പുതിയ ഗവൺമെൻറ് വന്നാലും മറ്റേ ഗവൺമെൻറ് സ്റ്റാൻഡ് ഒരു സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. സർക്കാരിന് അവർക്ക് വായ്പ എടുത്ത് തലേ വർഷത്തെ വായ്പ കുറച്ചിട്ട് മാത്രമേ കേന്ദ്ര ഫണ്ട് കിട്ടത്തുള്ളൂ. അതും ഗഡുക്കളായിട്ടേ തരുള്ളൂ. അതെ. അപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി പുതിയതല്ല എങ്കിലും ചില അർജൻസികളുണ്ട്. ഈ നേരത്തെ തന്നെ മുടങ്ങിയ സാമൂഹ്യ ക്ഷേമ പെൻഷൻ വീണ്ടും 6 മാസം മുടങ്ങി. 4800 കോടി രൂപ കുടിശ്ശികയായി. അതെ, കുടിശ്ശിക മാത്രം 4800 കോടി രൂപ. മാസം 900 കോടി രൂപ വേണം. 45 ലക്ഷം. സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആ കുടിശ്ശിക അവിടെ നിൽക്കട്ടെ, ഇത് തന്നെയാണ് ഉമ്മൻചാണ്ടി ചെയ്തത്. ഇതിനു വേണ്ടി അതിൻ്റെ പേരിലാണ് ഉമ്മൻചാണ്ടി വിചാരണ ചെയ്തത്. അപ്പോൾ ഏതാണ്ട് കേരളം മുമ്പ് എവിടെയായിരുന്നോ അതിലേക്ക് പുറകോട്ട് പോവുകയാണ്. അതെ, വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ട് പിണറായി വരണമെന്നില്ല. പിണറായിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമൊന്നുമല്ല. അതെ, അതിനകത്തൊന്നും പുതുമയില്ല. വീണയുടെ കേസാകാനും സാധ്യതയുണ്ട്. ഇന്ന് ഏതോ ഒരു പത്രത്തിൽ ഞാൻ വായിച്ചിരുന്നു, അദ്ദേഹം ദുബായ് വഴി ഇന്തോനേഷ്യക്ക് പോയി. ദുബായ് വഴിയൊന്നും ആരും ഇന്തോനേഷ്യക്ക് പോകാറില്ല. അങ്ങനെയും പോകാമെന്നേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മകൻ പ്രവീണും ഉണ്ടായിരുന്നു എന്ന് ഏതോ പത്രത്തിൽ വായിച്ചു. എനിക്കറിയില്ല. അപ്പോൾ ഏതോ പത്രത്തിൽ വായിച്ചത്, മനോരമയോ മാതൃഭൂമിയോ മറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ പ്രവീണും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സകുടുംബം, മരുമകൻ ഉൾപ്പെടെയുള്ള സകുടുംബ യാത്രയായിരുന്നു. ആ യാത്ര അദ്ദേഹം ഇന്തോനേഷ്യയിൽ ചെന്നപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം പെട്ടെന്ന് മടങ്ങിയത് അവിടെ കൊടുങ്കാറ്റും ഭൂകമ്പവും വലിയ മഴയോ ഭൂകമ്പോ ഏതാണ്ടൊക്കെ ഉണ്ടായി. ഇന്തോനേഷ്യൻ ആ റീജിയണിൽ ഇപ്പം കാലാവസ്ഥ നല്ലതല്ല. കാരണം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഈ മൺസൂൺ രൂപപ്പെട്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ തീരത്തു നിന്നാണ് മൺസൂൺ പ്രവാഹം തുടങ്ങുന്നത്. ഏതായാലും മുഖ്യമന്ത്രി പോയതിന് ഗുണമുണ്ടായി. അവിടെ നിന്ന് ഈ കൊടും ചൂടിന് അവിടുത്തെ മൺസൂണിനെ ഇങ്ങോട്ട് പറഞ്ഞുവിടാൻ പറ്റി. പണ്ട് റൂം ഫോർ റിവർ എന്നൊക്കെ ചില പദ്ധതി കണ്ടായിരുന്നു. മൺസൂൺ ഫോർ കേരള ഇന്തോനേഷ്യയിൽ നിന്ന് വേഗം ഇങ്ങോട്ട് പറഞ്ഞയച്ചു എന്നതൊരു ഗുണമുണ്ടായി. തിരിച്ചുകൂടെ വരുമ്പോൾ ഇവിടെയും മൺസൂൺ ആവും. അപ്പോൾ അത് കൂട്ടിക്കൊണ്ടുവന്നു. പോയ പോലെയാണ്. മഴ കൂട്ടിക്കൊണ്ടുവരാനും കേരളത്തിലെ അതികഠിനമായ ചൂട് കുറയ്ക്കാനുമാണ് പിണറായി. അപ്പോൾ പിണറായിയുടെ ഈ വിദേശയാത്ര കൊണ്ട് കേരളത്തിന് ഗുണം ഉണ്ടായില്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ശരിയാണ്. ഗോവിന്ദൻ സഹാവിനും ബാലൻ സഹാവിനും വേണമെങ്കിൽ മഴ വന്നില്ലേ എന്ന് ചോദിക്കാം. മഴ വന്നില്ലേ, അദ്ദേഹം മഴ പറയരുത്. ആണ് പിണറായി കുഴപ്പത്തിലാക്കിയത്. ആണോ? സ്പോൺസർ ഉണ്ടെങ്കിൽ എന്താ എന്ന് ചോദിച്ച് സ്പോൺസർ ഉണ്ടെന്ന് പറഞ്ഞു വെച്ചു. അതെ, സ്പോൺസർ ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയണമെന്നുണ്ടോ എന്ന് ചോദിച്ചത്. അത് വല്ലാതെ പിണറായിക്ക് പരിക്കേൽപ്പിച്ചു. ആർക്കും അതുവരെ ആ സ്പോൺസർഷിപ്പിനെ കുറിച്ച് അതെ അത് അത് ആലോചിക്കാതെ പറഞ്ഞാണോ ആണല്ലേ? ഒരു പണി ഇരിക്കട്ടെ എന്ന് ചോദിച്ചു. അറിഞ്ഞു പറഞ്ഞാണ്. കാരണം പുള്ളിയെ കഴിഞ്ഞ മാസം വെട്ടിലാക്കിയല്ലോ. പക്ഷെ എന്തായാലും നമ്മുടെ ഈ ഇപ്പോൾ സൈലൻ്റ് ആണല്ലോ. ശോഭാ സുരേന്ദ്രൻ ക്ഷീണിപ്പിച്ചു കളഞ്ഞു. പക്ഷെ അത് രക്ഷപ്പെട്ടു. ആര്യ രാജേന്ദ്രൻ രക്ഷപ്പെടുത്തി.
ജനങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു. ഏതായാലും മുഖ്യമന്ത്രി വരട്ടെ. കേരളം ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുണ്ടാവട്ടെ. കേരളത്തെ വീണ്ടും സമ്പൽ സമൃദ്ധമാക്കാറട്ടെ. മഴ വരട്ടെ, മഴ പെയ്യട്ടെ, പ്രളയം വരാതിരിക്കട്ടെ. മണിയാശാൻ മന്ത്രി അല്ലാത്തതുകൊണ്ട് കിടന്നുറങ്ങാം. അതെ അതെ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. മുഖ്യമന്ത്രിക്ക് കേരളത്തിലേക്ക് സ്വാഗതം. കൊടുങ്കാറ്റ് പോലെ വരട്ടെ. കൊടുങ്കാറ്റ് പോലെ വരണ്ട. അദ്ദേഹം ഇളങ്കാറ്റായി വരാനാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ഇപ്പോഴും അദ്ദേഹം ഒരു കൊടുങ്കാറ്റ് പോലെയാണ്. മിന്നൽ പിണറായി വരരുതല്ലോ. ഏതായാലും മുഖ്യമന്ത്രിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.